ആടുജീവിതം പുറത്തു വരേണ്ടി വന്നു മലയാളി മുഖ്യധാരയ്ക്ക് ഗൾഫിന്റെ മറുപുറവും നാടുവിട്ടവരിൽ ഒരു വിഭാഗത്തിന്റെ ദുരിതപൂർണമായ ജീവിതവും എത്ര തീക്ഷ്ണമാണെന്ന് മനസ്സിലാക്കാൻ. എന്നിട്ടും പക്ഷേ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ പ്രവാസി പ്രശ്നങ്ങളിൽ ശക്തമായ നിലപാടൊന്നും സ്വീകരിച്ചില്ല. കുടുംബത്തിന് മെച്ചപ്പെട്ട ഉപജീവനം ഉറപ്പാക്കാൻ മണലാരണ്യത്തിൽ എത്തിച്ചേരുന്ന സാധാരണ മനുഷ്യർ നേരിടുന്ന പ്രയാസങ്ങളിൽ അവർക്കൊപ്പം നിലയുറപ്പിക്കുന്ന ചില നന്മ നിറഞ്ഞ മനുഷ്യരുണ്ട് ഗൾഫിൽ. എല്ലാ ഗൾഫ് നഗരങ്ങളിലും കാണാം ഇത്തരം നന്മ നിറഞ്ഞ ഏതാനും മരങ്ങളെ. നിഷ്കാമകർമ്മം എന്നൊക്കെ നാം പൊതുവെ പറയാറുണ്ട്. പക്ഷെ പ്രയോഗതലത്തിൽ വരുമ്പോൾ സ്വന്തം താല്പര്യങ്ങൾക്ക് തന്നെയാവും ഊന്നൽ. പ്രവാസ ലോകത്ത് സ്വന്തം സമയത്തിന്റെ ഭൂരിഭാഗവും ജീവകാരുണ്യത്തിന് വേണ്ടി ചെലവിടുന്നവരാണ് ഇവർ. ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി ജയിലുകളിലും ആശുപത്രികളിലും ലേബർ ക്യാമ്പുകളിലും കൂട്ടാകുന്നവരാണ് ഇക്കൂട്ടർ. പകരം ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെ സാധ്യമായ ഇടപെടലുകളിലൂടെ സഹജീവികൾക്ക് സാന്ത്വനം പകരാൻ ഇറങ്ങിത്തിരിക്കുന്ന മനുഷ്യരെ പ്രവാസ വേദികളിലൊന്നും ആരും കണ്ടെന്നു വരില്ല. ജനങ്ങൾക്കിടയിൽ ജീവിതം സമർപ്പിക്കുന്ന അത്തരം മനുഷ്യരുടെ ചില പ്രതിനിധികളിലൂടെ പ്രവാസ ലോകത്തെ നന്മ മരങ്ങളിലേക്കുള്ള അന്വേഷണമാണ് ടീ ടോക്ക് നടത്തുന്നത്. Come, let's chat on Sanford Tea Talk. It's me, Chris, with you. ഇന്ന് ടീ ടോക്കിൽ നമ്മോടൊപ്പം ഉമാറാണി പത്മനാഭൻ. 29 വർഷമായി യുഎഇയിൽ. തമിഴ്നാടാണ് സ്വദേശം. 15 വർഷമായി സാമൂഹിക സേവന മേഖലയ്ക്ക് അർപ്പിച്ചിരിക്കുകയാണ് ജീവിതം. ഭർത്താവിനൊപ്പം യുഎഇയിൽ താമസം. ഈസ അനീസ്. 16 വർഷമായി യുഎഇയിൽ. എമിറേറ്റ്സ് ഫ്ലൈറ്റ് കേറ്ററിംഗിൽ അസിസ്റ്റന്റ് മാനേജർ. മലപ്പുറം ജില്ലയിൽ തിരൂർക്കാടാണ് സ്വദേശം. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഉൾപ്പെടുന്ന കുടുംബത്തോടൊപ്പം ഷാർജയിൽ താമസം. 1.5 പതിറ്റാണ്ടായി സാമൂഹിക പ്രവർത്തന രംഗത്ത് ഏറെ സജീവം. മിനി എം ജോയ്. 22 വർഷമായി യുഎഇയിൽ. ആലപ്പുഴ പൂന്തലയാണ് സ്വദേശം. റാഷിദ് ഹോസ്പിറ്റലിൽ നഴ്സാണ്. സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവം. ഷബീറ സബീൽ. 18 വർഷമായി യുഎഇയിൽ സിവിൽ എഞ്ചിനീയർ. തിരുവനന്തപുരമാണ് സ്വദേശം. ഭർത്താവ് ബിസിനസ്സുകാരൻ. സേവന രംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നു. മിനിമം ഒരു സേവന രംഗം എന്ന് പറയുമ്പോൾ തന്നെ നഴ്സിംഗ് ഒരു സേവനമാണ്. പക്ഷെ അത് കൂടാതെ പിന്നെയും ഈ സൊസൈറ്റിയെ സെർവ് ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹം തുടങ്ങിയത് എവിടെ നിന്നാണ്? എൻ്റെ പേരൻസിൽ നിന്നാണ്. ഓക്കെ. എന്തായിരുന്നു? അവർ മറ്റുള്ളവരെ സഹായിക്കാൻ വളരെ തൽപരരാണ്. ഓക്കെ. അവിടെ നിന്നാണ് എനിക്കത് തുടങ്ങിയത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നേഴ്സിംഗ് ഫീൽഡ് തിരഞ്ഞെടുത്തത്. മറ്റുള്ളവരെ സഹായിക്കാം എന്നുള്ളതുകൊണ്ട്. ഇവിടെ വന്നപ്പോൾ എനിക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ വന്ന കാലം മുതൽ സിൻസ് 20 ഇയേഴ്സ് ചെയ്യുന്നുണ്ട്. എൻ്റെ മുൻപിൽ ആര് വന്നാലും ആരെ കണ്ടാലും ഹോസ്പിറ്റലിൽ തന്നെ ലിമിറ്റഡ് ആയിട്ടാണ്? നോ ഔട്ട്സൈഡ് ഓൾസോ. പലരും ഇൻഫോം ചെയ്യാറുണ്ട്. ഇങ്ങനെ ആവശ്യമുള്ളവരുണ്ട്, ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉള്ളവരുണ്ട്, എമിഗ്രേഷൻ്റെ കാര്യങ്ങൾ അറിയാൻ വയ്യാത്തവരുണ്ട്, ദെൻ ലീഗലായിട്ട് അറിയാൻ വയ്യാത്തവരുണ്ട്, കൗൺസിലേറ്റിൻ്റെ കാര്യങ്ങൾ അറിയാൻ വയ്യാത്തവരുണ്ട്. അപ്പോൾ എനിക്ക് ഉള്ള പരിമിതിയിൽ എനിക്കറിയാവുന്നവരുമായിട്ട് കോൺടാക്ട് ചെയ്ത്, പിന്നെ ഞാൻ സ്നേഹത്താജൂരിലെ ഒരു മെമ്പർ കൂടെയാണ്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെയും ചെയ്യും. ഇപ്പോൾ അത് കൂടുതലും ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കുള്ള ആവശ്യം എന്ന് പറയാം. ഉമ മാം, താങ്കളുടെ കാര്യത്തിൽ എസ്പെഷ്യലി ഒരാൾ മരിച്ചുപോയി കഴിഞ്ഞാൽ ആഫ്റ്റർ ഡെത്ത് വാട്ട്? That is the question when it comes to your service. How difficult it is? It is. It all depends. It comes only after the forensic reports. First, the forensic report has to be clear. Then later on, things will be easy. And again, you have the formalities for the consulate and the immigration authorities, and then embalming, and then airport cargo, then we'll hand over. It's a process. It's not very easy. How do I start? I started about 28 years back I started, and then from the hospital I started. My husband was not well and he had me, but many people did not have people. That's how I started. The local government recognized. That's how the Indian government recognized me. First the UAE local government recognized me. Okay. When it comes to the Indian government, Indian consulate-ന്റെ പല ആക്ടിവിറ്റീസും ഇപ്പോൾ ജയിലിലുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, സോ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും ആ ഒരു ഫീൽഡിലേക്ക് എന്തായാലും വന്നിട്ടുണ്ടാവും. കോൺസുലേറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഷബീറ മാം, എങ്ങനെയാണ് ഈ ജയിലിലുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയത്? ഹൗ ഡിഡ് ഇറ്റ് സ്റ്റാർട്ട് ഓഫ്? ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് ഇതിനു മുമ്പ് ഇതിൽ ഇൻവോൾവ് ആയിരുന്നു. ടൈം ഐ വാസ് വർക്കിംഗ്, അപ്പോൾ ഫ്രീ ടൈം ഉണ്ടായില്ല. അതിനുശേഷം വൺസ് ഐ ഗോട്ട് ഫ്രീ ഐ സ്റ്റാർട്ടഡ്, ബിക്കോസ് അറിയാൻ പറ്റി. കാരണം അവർക്ക് ഇങ്ങനെ ഒരു എപ്പോഴും ഒരു റിക്വയർമെൻ്റ് ഉണ്ട്, ഒരു സപ്പോർട്ടിങ് ഒരാൾ. അപ്പോൾ അങ്ങനെ റെഗുലർ ബേസിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ഫ്രീ ടൈം ഉള്ളപ്പോൾ തൊട്ട് ഞാൻ കമ്മിറ്റഡ് ആയിട്ട് ഇപ്പോൾ 3 years ആയിട്ട് ഐ എം ഗോയിങ് വിത്ത് ദ കോൺസുലേറ്റ് ടീം. എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും അവിടെ ജയിലിൽ പോവുക, ഹാഫ് ഡേ അവിടെ സ്പെൻഡ് ചെയ്യുക. അവിടെ ഉള്ള സെൻട്രൽ ജയിലിലാണ് നമ്മുടെ ആൾക്കാർ ലോങ് ടേം
ശിക്ഷ അനുഭവിക്കുന്നവരുള്ളത് സെൻട്രൽ ജയിലാണ്. പിന്നെ അതുപോലെ ലേഡീസിന് സെപ്പറേറ്റ് ജയിലുണ്ട്, അവിടെയും പോവും. പിന്നെ ഔട്ട് ജയിൽ എന്ന് പറഞ്ഞിട്ട് ശിക്ഷ കഴിഞ്ഞിട്ട് ഔട്ട് പാസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്, നമ്മുടെ കോൺസുലേറ്റിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ഈസി ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക, അവരുടെ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യുക, അവരുടെ അത് നാഷണാലിറ്റി പ്രൂവ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഫുൾ അവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവരെങ്ങനെയാണ് ഇവിടെ വന്ന് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ലൈക്ക് എ സ്മോൾ ഇൻ്റർവ്യൂ എന്നാൽ നമ്മൾ അതിന് റിപ്പോർട്ട് അതിൽ എഴുതുന്നുണ്ട്. നമ്മൾ അവരോട് ഇൻട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ ബേസിസിൽ റിപ്പോർട്ട് അടക്കം കൊടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഔട്ട് പാസിന് പ്രോസസ്സ് ചെയ്യുക കോൺസുലേറ്റ്. സാധാരണ രീതിയിൽ നമ്മളൊരു വീട്ടിൽ ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ തന്നെ എവിടെയാണ് പോകുന്നത്, എപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്ന ചോദ്യങ്ങളൊക്കെ വളരെ റെഗുലർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ 3 സ്ത്രീകളിരിക്കുമ്പോൾ ഞാൻ കുറ്റം പറയല്ല, എങ്ങനെയാണ് വീട്ടിലുള്ള പ്രതികരണം? അത് തുടങ്ങിയതിൻ്റെ കാരണം അതിപ്പോഴും കൊണ്ടുപോകാൻ കഴിയുന്നതിൻ്റെ ആ സീക്രട്ട് എന്താണ്? ബിക്കോസ് പല ആൾക്കാർക്കും അതറിയില്ല. സ്വാഭാവികമായിട്ടും ആദ്യമെല്ലാം ഇത് ഒരു അല്പം പ്രശ്നമായി തന്നെ ഇരുന്നൊരു വിഷയം തന്നെ, അത് അറിയാമല്ലോ. ഒരു രാവിലെ ഏർലി മോർണിംഗിൽ ഇവിടെ പോയി ഒരു വൈകുന്നേരം സാധാരണഗതിന് വൈകുന്നേരം എത്തേണ്ട ആൾ പിന്നെയും മറ്റു പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് രാത്രി 8-10 മണി വരെ പോകുക എന്നുള്ളത് അല്പം കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് പ്രതിവിധിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത് ഒരു സെക്കൻഡറി സ്റ്റേജിൽ എൻ്റെ ഫാമിലിയെ കൂടി ചില കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യിച്ച ആക്ച്വൽ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളതും എന്തുകൊണ്ട് ഞാൻ ഇതിൽ മെനക്കെടുന്നുള്ളതും അതിൻ്റെ ഫീലിംഗ് എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്തുകൊണ്ട് എനിക്ക് തുടരാൻ നിർബന്ധിതനാവുന്നു എന്നുള്ളതും അത് അവരെ മനസ്സിലാക്കി കൊടുത്തപ്പോൾ എനിക്ക് ഇപ്പോൾ അതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഒരു വിഷയത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല. ഈവൻ എൻ്റെ കമ്പനിയിൽ തന്നെ ഇപ്പോൾ ചില പല കാര്യങ്ങളും നമുക്ക് ജോലി സമയത്ത് ചെയ്യേണ്ട അവസ്ഥ വരും. അവർക്കറിയാം ഞാനിങ്ങനെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നുള്ളതുകൊണ്ട് ഞാൻ മറ്റ് കളവ് പറഞ്ഞിട്ടൊന്നും എനിക്ക് പോകേണ്ട ആവശ്യം വരാറില്ല. ഇന്നൊരു വിഷയത്തിന് പോകാമെന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ഇറ്റ്. കുട്ടികളും ഫാമിലിയും എല്ലാം സപ്പോർട്ട് ചെയ്ത് ബാക്കിയുള്ളവരെ സഹായിക്കാൻ പോകുമ്പോൾ അവർക്ക് ആരുമില്ല എന്നുള്ള ആ ഒരു തോന്നൽ അത് എത്രത്തോളം ഷോക്ക് ചെയ്തിട്ടുണ്ട്? ഹാസ് ഇറ്റ് ലെഫ്റ്റ് എ മാർക്ക് ഇൻ യുവർ മൈൻഡ്സ്? എപ്പോഴെങ്കിലും മനസ്സിൽ വിഷമം തോന്നിയിട്ടുണ്ടോ അവരുടെ ഈ അവസ്ഥ കണ്ടിട്ട്? ഉണ്ട്, അവർ കൃത്യമായിട്ട് പലപ്പോഴും. പക്ഷേ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ഞങ്ങളെല്ലാവരും പറഞ്ഞ പോലെ എല്ലാ മേഖലയിലും വർത്തിക്കാറുണ്ടെങ്കിലും ലേബർ ക്യാമ്പിൽ ആണ് ഇപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ ഉള്ളത്. പക്ഷേ അതിൽ 2 ഫീലിംഗ് ഉണ്ട്. ഞാൻ മക്കളെ അവിടെ കൊണ്ടുപോകാൻ ശ്രമിച്ച സമയത്ത് എനിക്ക് 2 അനുഭവമുണ്ട്. ഒന്ന്, നമ്മളുടെ കൂടെ മക്കൾ വരുമ്പോൾ ഇവർക്കുണ്ടാകുന്നൊരു ഷോക്ക് ഞാൻ ചില ഏരിയയിൽ നോട്ട് ചെയ്തുകൊണ്ട് മനഃപൂർവ്വം ചില സ്ഥലങ്ങളിൽ അത് പ്രത്യേകിച്ചും പ്രശ്നങ്ങൾ അതിസംഖ്യ വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം വീടുമായിട്ട് ബന്ധപ്പെടാതിരിക്കുക, അവർക്കൊന്നും അയച്ചു കൊടുക്കാൻ പറ്റാതിരിക്കുക, അങ്ങനത്തെ ആളുകളുടെ ഇടയിലേക്ക് ഇപ്പോൾ മക്കളെ കൊണ്ടുപോകാൻ ശ്രമിക്കാറില്ല. ആ സമയത്ത് ഞങ്ങൾ റീസെൻ്റ്ലി ഇപ്പോൾ അറിയാം നോമ്പ് തുറയുടെ സമയം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു ആഘോഷമായിട്ട് തന്നെയാണ് മാറുന്നത്. ഒരു ത്രിൽ ആൻഡ് സോൾ അങ്ങനത്തെ ഒരു ഫീലിങ്ങിലാണ് കൊണ്ടുനടക്കുന്നത്. അവിടെ നമ്മൾ മക്കളെ കൊണ്ടുപോകുമ്പോൾ ഈ മക്കളും കൂടി ഷെയർ ചെയ്യുമ്പോൾ they also feel അവർക്ക് സന്തോഷം, അവരുടെ മക്കളുടെ കൂടെ Ma'am, don't we actually see a lot of people are so selfish? അവരവരുടെ ജീവിതത്തിലേക്ക് അവരവരുടെ കുടുംബത്തിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നതായിട്ട് തോന്നുന്നില്ല ഇവിടെ? ബിക്കോസ് only very few people are coming forward to work like you. You cannot take it as selfishness, because here the frame of time and the amount what they earn, and here most of the people, why do we come here to earn? Okay, so most of the time if they have time, if they allowed, they want to work overtime and go back early to their back home country. It's not the question of selfish or something, only it's the interest what sometimes they feel at home itself. Sometimes we cannot blame them if they have a sick parent or a sick father, anybody, they are more into their attachment, and okay, we want to do it, we cannot blame that they are selfish. ഇവിടെ ഹോസ്പിറ്റലിൽ അങ്ങനെ കേസസ് വരാറില്ല, അതായത് ആരുമില്ലാത്ത ആൾക്കാർ ചികിത്സയ്ക്ക് വന്നിട്ട് അവർക്ക് സഹായത്തിന് പോലും ആളില്ലാതെ വരാറുണ്ട്, തിരിച്ചു കൊണ്ടുപോകാൻ ആളില്ലാത്തവരുണ്ട്, ഒക്കെ വരാറുണ്ട്. അതിനെന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ഇപ്പം എന്താണ് അങ്ങനെ ഒരു ആളെ മീറ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മൾ കഴിവതും അവരുടെ അഡ്രസ്സ് കഴിവതും എടുക്കാൻ നോക്കും, നാട്ടിലെ അഡ്രസ്സ് വാങ്ങിക്കാൻ നോക്കും. നാട്ടിലെ അഡ്രസ്സ് വാങ്ങിച്ചിട്ട് നാടുമായിട്ട് കോൺടാക്ട് ചെയ്യും. അവരുടെ ആരെങ്കിലും ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്നെങ്കിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. അല്ല, ഇയാൾ സിക്കാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ കൗൺസിലേറ്റ് പറഞ്ഞ്, അതർവൈസ് ആരോടെങ്കിലും പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് പുള്ളിയെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ പറ്റുന്നെങ്കിൽ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കും. ഈ നാട്ടിലെത്തുന്ന ആൾക്കാരെന്ന് പറഞ്ഞു, ഈ സിക്കായിട്ടുള്ള ആൾക്കാർ നാട്ടിലെത്തുന്നു, അവരെ നമ്മൾ സഹായിച്ചു, അല്ലെങ്കിൽ ലേബർ ക്യാമ്പിൽ നിന്ന് അവരുടെ കഷ്ടങ്ങൾ മാറ്റി നമ്മൾ നാട്ടിൽ ഫോളോ അപ്പ്. പക്ഷേ ഈ ഫോളോ അപ്പിന് അവർ തന്നെ തിരിച്ചു വന്നിട്ട് പിന്നെയുമുള്ള കേസസ് പലതും ഉണ്ടാവാറില്ല. തിരിച്ചു വന്നിട്ടുള്ള കേസുകളുണ്ട്, നാട്ടിൽ പോയിട്ടുള്ളവരുടെ കേസുകളുണ്ട്. കാരണം അവർ പലപ്പോഴും ഇവർ നാട്ടിൽ പോവാതിരിക്കുന്നതിൻ്റെ കാരണം അവിടുത്തെ പ്രാരാബ്ദങ്ങൾ കൊണ്ടാണ്. അത് പരിഹരിക്കപ്പെടാതെ മറ്റ് ചില പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് വരികയും നമുക്ക് അവിടുത്തെ ചില ചാരിറ്റി അസോസിയേഷനുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുത്ത് അവരുടെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാറുണ്ട്. തിരിച്ചിങ്ങോട്ട് വരുന്നവരിൽ നിർബന്ധിതാവസ്ഥയിൽ വന്ന ചില ആളുകളെ നമുക്ക് അത് ഇഗ്നോർ ചെയ്യാനേ പറ്റുള്ളൂ. കാരണം ഇത്രയൊക്കെ സഹിച്ചെങ്കിലും ഇനിയും അവർക്ക് എന്തെങ്കിലും ബിൽട്ടപ്പ് ചെയ്യാനുണ്ട് എന്നതുകൊണ്ടാണ് അവർ വരുന്നത്. ബൈ ഫോഴ്സ്, ലൈഫ് ഫോഴ്സ് ആണത്. ആ സമയത്ത് വേറെ ചില ആളുകൾ അവരുടെ ചില ട്രാപ്പുകളുണ്ട്, അത് അവർക്ക് എന്ന് പറഞ്ഞാൽ ദേ യൂസ് ടു
പല ഇവിടുത്തെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ചില ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വി ആർ ഹെൽപ്ലെസ്. കാരണം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് അവർ അങ്ങനെ ആയിപ്പോൾ അതിലങ്ങ് ഇഴകി ചേർന്ന് അതായി അവരുടെ ലൈഫ് സ്റ്റൈൽ. അതുകൊണ്ട് ഈവൻ നമ്മൾ അവരെ വളരെ ബുദ്ധിമുട്ടി നാട്ടിലെത്തിച്ചാൽ പോലും തേക്കാൻ സ്റ്റേ ബാക്ക് ഓവത്തെ. എന്തായാലും സേവനത്തിന്റെ രീതിയിൽ ഓരോ വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന സാൻഫോർട്ടി ടോക്കിൽ ഒരു ചെറിയ ഇടവേള വിൽ ബി ബാക്ക് വിത്ത് ഷോർട്ട് വൈൽ ലെറ്റ്സ് മേക്ക് ദിസ് വീഡിയോ. ഷോർട്ട് വ്യക്തികൾ വിചാരിച്ചാലും സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തെളിയിച്ച ഒരു കൂട്ടം ആൾക്കാരാണ് ഇന്ന് നമ്മളോടൊപ്പം സാൻഫോർട്ടി ടോക്കിലുള്ളത്. ഇതിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാർ, അതായത് ഇപ്പോൾ കുറ്റകൃത്യങ്ങളിൽ പെട്ട് ജയിലിലുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ പോലും അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഇവരെ സഹായിക്കാൻ ശരിയായ രീതിയിൽ ബോധവൽക്കരണം നടത്താനായിട്ട് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സംഘടനകളോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് അറിയുമോ? ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഈ ജയിൽ സന്ദർശന സമയത്തൊക്കെ ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാമെന്ന് നമുക്കറിയാം. Even in the prison, if they are psychologically psychiatric, we have a hospital here. They give treatment, and then of course sometimes they send them from there or they get back to the jails. അവയർനെസ് കൊടുക്കുമ്പോൾ അതിനോട് റെസിപ്രോക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം പലപ്പോഴും നമ്മൾ അവിടെ ഇന്റർവ്യൂവിൽ പ്രത്യേകം നോട്ട് ചെയ്യണത് ഒരാളും കറക്റ്റ് ഇൻഫർമേഷൻ പറയില്ല. ഈ ജയിലിൽ നമ്മൾ കൗൺസിലേറ്റിന്റെ ഭാഗത്തു നിന്നാണ് അവരെ ഹെൽപ്പ് ചെയ്യാനാണ് പോണെങ്കിൽ കൂടി കറക്റ്റ് ഇൻഫർമേഷൻ തരാൻ അവർക്ക് മടിയാണ്. അവർ പലതും ഒളിച്ചു വെച്ചിട്ടാണ് മറച്ചു വെച്ചിട്ടൊക്കെ നമ്മളോട് സംസാരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും അവർ പറയും നിങ്ങൾ ഉള്ള ട്രൂത്ത് നിങ്ങൾ പറയും, നിങ്ങളെ ഉപദ്രവിക്കാനോ ഇതാക്കാനോ അല്ല, നമ്മൾ വന്നിരിക്കണം നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് ഇവിടെ നിന്ന് തിരിച്ച് നമ്മുടെ കൺട്രിയിലേക്ക് പോകാനാണ്. കാരണം ഇവിടെ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഗവൺമെൻറ് അവരും ഇത്രയും പേരെ അവരവിടെ സപ്പോർട്ട് ചെയ്യണതിന് അവർക്കും നല്ല എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ അവരും ആഗ്രഹിക്കണം എത്രയും വേഗം ടേം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകാന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യണമെങ്കിൽ ഇവരെ കോപ്പറേഷൻ ആവശ്യമാണ്. അപ്പോൾ ചിലർ നമ്മളെ തൽക്കാലം നമ്മളെ ഒരു കോപ്പറേഷന് വേണ്ടിയിട്ട് ഓക്കെ ഞങ്ങൾ ഇനി വരുന്നില്ല എന്നൊക്കെ പറയും. പക്ഷേ അത് എത്രത്തോളം അവർക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് അധികം പേരും പോയിട്ട് ഇമ്മീഡിയറ്റ്ലി തിരിച്ചു വരാനുള്ള മാർഗ്ഗങ്ങൾ അന്വേഷിക്കലാണ് നമ്മൾ കാണാറുള്ളത്. പിന്നെ തിരിച്ച് 2-3 പ്രാവശ്യം വീണ്ടും ഔട്ട് പാസ് പോയിട്ട് വന്ന ആൾക്കാരെ തന്നെ ഞങ്ങൾ ജയിലിൽ മീറ്റ് ചെയ്യാറുണ്ട്. എത്രത്തോളമാണ് ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കുക? കാരണം ഇവിടെ സംഘടനകൾ ചെയ്യുന്നു. അപ്പോൾ വ്യക്തികളായി നിങ്ങൾ നിൽക്കുന്ന ഇപ്പോൾ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം മാത്രം അടങ്ങുന്ന ഒരു ചെറിയൊരു സപ്പോർട്ടോടുകൂടി പോകുമ്പോൾ അതിനെന്തെങ്കിലും ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യാറുണ്ട്? പരിമിതികളുണ്ട്, വ്യക്തിക്ക് പരിമിതിയുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച മറ്റു സംഘടനകളും ഇവിടുത്തെ സംവിധാനങ്ങളും ഇവിടുത്തെ മിനിസ്ട്രീസ് ഇവിടുത്തെ അതോറിറ്റികളുമായിട്ട് അവരുടെ സഹകരണവും അവരുമായിട്ടുള്ള ഒരു ടൈപ്പ് കൊണ്ടല്ലാതെ ഒരു വ്യക്തിക്കും എത്തിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ആരും തന്നെയാണെങ്കിലും പ്രധാനമായിട്ടും ഇന്ത്യൻ കോൺസുലേറ്റ്, ഇപ്പോൾ ദുബൈ അല്ലെങ്കിൽ നോർത്ത് യൂണിവേഴ്സിറ്റി നമുക്ക് ഇന്ത്യൻ കോൺസുലേറ്റ് സപ്പോർട്ട് ഇല്ലാതെ ഒരു ഇന്ത്യക്കാരനെ എനിക്കോ മറ്റു ഏതൊരു സാമൂഹിക പ്രവർത്തനം ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന് പല പരിമിതികളുണ്ടാവും. പക്ഷേ അവരുടെ സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഒരു വ്യക്തി അവൻ്റെതായ ഔട്ട്പുട്ടുകൾ എടുത്തുകൊണ്ട് മാത്രമേ ഇവരെ ഇതിലേക്ക് ലിങ്ക് ചെയ്യിപ്പിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വ്യക്തികൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കേസ് ടു കേസ് ബേസിസിൽ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ ഒരു പ്രശ്നം മനസ്സിലാക്കി കഴിഞ്ഞാൽ കോൺസുലേറ്റ് ചെന്ന് അത് അഡ്രസ്സ് ചെയ്യാന്നുള്ളതാണ്. കാരണം ഫിനാൻഷ്യലി നമുക്ക് ഇപ്പോൾ ഞാനൊരു പ്രോബ്ലം കാണുകയാണ്, എനിക്ക് ഇന്ത്യൻ കോൺസുലേറ്റിൽ ചെന്ന് ആരെടുത്ത് പറയണം, എന്ത് പറയണം, എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഉള്ളതിലാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാം. അങ്ങനത്തെ സപ്പോർട്ടാണ്. കാരണം നമുക്കറിയാം They have a specific call lines also. They can call them 24/7. It is available. Not only in our consulate, you take it police headquarters, you go to the immigration, everywhere. People are not aware of. 24/7 everywhere it is available. ഇപ്പോൾ ഈ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ തന്നെ പല ആൾക്കാർക്കും നാട്ടിൽ അത് ഒരു ഇലക്ഷൻ്റെ ഒരു രീതിയിലേക്ക് അവർക്ക് വളർന്നു വരാൻ, പൊളിറ്റിക്കൽ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് വളർന്നു വരാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നാട്ടിൽ കാണാറുണ്ട്. ഇവിടെ അത്രത്തോളം സഹായിക്കാനായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടും വ്യക്തികൾക്കോ സംഘടനകൾക്കോ വരാൻ അങ്ങനെ കേസസ് ഉണ്ടോ? അത്തരം പ്രശ്നങ്ങളുണ്ടോ നമുക്ക് ചുറ്റും? പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയാത്ത അത്തരം പ്രശ്നങ്ങൾ കൂടെ ഉണ്ട്. കമ്പാരിറ്റീവ്ലി ഇപ്പോൾ നമ്പർ ഓഫ് സർവീസസ് ഗെറ്റിംഗ് ഈസ് വെരി ലെസ് ദാൻ ദ റിക്വയർമെൻറ്റ്. അത് റിക്വയർമെൻറ്റ്സ് വൈഡ് ഓപ്പറേറ്റ് ചെയ്യണം, പക്ഷേ നമുക്ക് കഴിയുന്നില്ല. അത് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ഈവൻ നമ്മുടെ ഇന്ത്യൻ കോൺസുലേറ്റോ ഇന്ത്യൻ എംബസി വരെ ശ്രമിച്ചാൽ ഇന്ത്യക്കാർ പരിഹരിക്കാൻ കഴിയാത്തത്തോളം പ്രശ്നങ്ങൾ ഇന്ത്യക്കാർക്ക് കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് കേസുകൾ ഇനിയും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നത്. ലേബർ കേസുകളാണെങ്കിൽ കോൺസുലേറ്റിനോ എംബസിയോ അഡ്രസ് ചെയ്ത പല കേസുകളും അവർക്ക് 1-2 സിറ്റിങ്ങും നടത്തിയാൽ പോലും തീരുന്നില്ല. അപ്പോൾ അത് തുടർന്ന് പോകാൻ ഒരുപാട് പരിമിതികളുണ്ടാവും. രണ്ട് ഭാഗത്തുനിന്നും, ലേബേഴ്സിൻ്റെ ഭാഗത്തുനിന്നും സ്പോൺസേഴ്സിൻ്റെ ഭാഗത്തുനിന്നും ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അവയർനെസ് ഈ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടായാൽ ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഇഷ്യൂസ് നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് സൊല്യൂഷനിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതാണ് മനസ്സിലാക്കുന്നത്.